എവരിവൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? 3ാം ക്ലാസ്സിൽ EVS എക്സാം ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് ടഫായിരുന്നു ഇല്ലേ? ആദ്യത്തെ ടേമിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവരും എഴുതിയായിരുന്നോ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഏപ്രിൽ 1 മുതൽ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആവുകയാണ്. ഏപ്രിൽ 1-നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഒത്തിരി ക്ലാസ്സുകൾ ഈ വെക്കേഷന് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ സബ്ജക്ട്സ് ഇപ്പോഴും വായിക്കുവാനും കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ട് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ സബ്ജക്റ്റിൻ്റെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ബേസിക് ക്ലാസ് ആണ്. കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും ഒക്കെ പഠിപ്പിക്കും. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഒരുക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്, എക്സാം സ്വന്തമായിട്ട് എഴുതാൻ, സ്വന്തമായിട്ട് സെന്റൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ അറിഞ്ഞിരിക്കണം. അതിനായിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. മാത്സ് ബേസിക്, ഇപ്പോഴും കുട്ടികൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊന്നും അറിയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കായിട്ട് മാത്സ് ബേസിക് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി ക്ലാസ്സുകൾ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നെക്സ്റ്റ് ജൂൺ 1 മുതൽ ഇപ്പോഴുള്ളതുപോലെ തന്നെ STD 1 മുതൽ STD 5 വരെയുള്ള ട്യൂഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കാം. എല്ലാ ക്ലാസ്സുകളും സൂമിൽ ലൈവായിട്ടാണ് വരുന്നത്. നിങ്ങൾ ഏതെങ്കിലും ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ പേടിക്കേണ്ട, അന്നത്തെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അയച്ചു തരുന്നതാണ്. ഓക്കെ, ആദ്യത്തെ പ്രവർത്തനം ജീവികൾ പലതരം. താഴെ കൊടുത്തിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതാണ്? ഏതെല്ലാം ജീവികളുടേതാണ്? ഇതേത് ജീവിയാണ്? താറാവ്. ഇതോ? ആന. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചെഴുതുക. വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചെഴുതുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുതാരാ? ഓന്ത്. ഓന്ത് കഴിഞ്ഞാൽ മുയൽ. മുയൽ കഴിഞ്ഞാൽ മാൻ. മാൻ കഴിഞ്ഞാൽ കുതിര. കുതിര കഴിഞ്ഞാൽ ആന. അപ്പോൾ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചെഴുതുക. അപ്പോൾ ആദ്യം എഴുതുക ഓന്ത്, രണ്ടാമത് മുയൽ, മാൻ, ആന, കുതിര, ആന. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം, അതിൽ സി ക്വസ്റ്റ്യൻ ഉണ്ട്. മിത്ര അവളുടെ പരിസര പഠന പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിവിധ തരം ജീവികളെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് പൂർത്തിയാക്കുക. അപ്പോൾ ഇതിൽ പാമ്പ്, ഓന്ത്, അരണ എന്ത് ചെയ്യുന്നവയാണ്? ഇഴയുന്നവ. ഇഴയുന്നവയാണ്. നടക്കുന്നവ മനുഷ്യൻ. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. നായ, മുയൽ, നടക്കുന്ന ജീവികൾ. താറാവ്, ഡോൾഫിൻ, മത്സ്യം ഇവയൊക്കെ എന്താ ചെയ്യുന്നേ? നീന്തുന്നു. നീന്തുന്നവ. എന്ത് ചെയ്യുന്നവയാണ്? നീന്തുന്നവ. മൂങ്ങ, മിന്നാമിനുങ്ങ് പറക്കുന്നവ. മൂങ്ങ, മിന്നാമിനുങ്ങ്, കാക്ക, തത്ത. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പക്ഷിയുടെ, പറക്കുന്ന പക്ഷിയുടെ പേര് എഴുതാം. ഓക്കെ, ഇതായിരുന്നു ഒന്നാമത്തെ പ്രവർത്തനത്തിലെ സി ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൃത്തി നൽകും ശക്തി. അതിൽ എ ക്വസ്റ്റ്യൻ, വ്യക്തി ശുചിത്വം പാലിക്കാൻ എന്തൊക്കെ ചെയ്യണം? വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, നഖം വെട്ടണം, ദിവസവും കുളിക്കണം, നല്ല ആഹാരം കഴിക്കണം, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, ആഹാരത്തിന് മുൻപും ശേഷവും എന്ത് ചെയ്യണം? കൈ കഴുകണം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉൾപ്പെടുത്താം. ബി ക്വസ്റ്റ്യൻ, ശുചിത്വ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളും പരിസരവും വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ഓരോ ഇടവും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വിദ്യാലയ പരിസരം, ക്ലാസ് മുറി, പാചകപ്പുര, ശുചിമുറി. എന്ത് ചെയ്യണം? വിദ്യാലയ പരിസരത്ത് എന്ത് ചെയ്യാം? മുറ്റം അല്ല വിദ്യാലയ പരിസരം അടിച്ച് വൃത്തിയാക്കണം, തൂത്ത് വൃത്തിയാക്കണം. ക്ലാസ് മുറിയോ വലയൊക്കെ അടിച്ച് പേപ്പറൊക്കെ മാറ്റി ക്ലീൻ ആക്കണം. പാചകപ്പുര എല്ലാം പാത്രങ്ങളെല്ലാം ക്രമീകരിച്ച് വെച്ച് വൃത്തിയാക്കി തൂത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. ശുചിമുറിയും കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം. ഓരോ കുട്ടികളും ഓരോ സെന്റൻസ് ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. മൂന്നാമത്തെ പ്രവർത്തനം മഴ മഴ മഴ. സാനുവും കൂട്ടരും മഴ മാപിനി ഉപയോഗിച്ച് കണ്ടെത്തിയ വിവിധ ദിവസങ്ങളിലെ മഴയുടെ അളവാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പട്ടിക പരിശോധിച്ച് കണ്ടെത്തലുകൾ രേഖപ്പെടുത്തുക. ഇത് തീയതി നൽകിയിട്ടുണ്ട്. ലഭിച്ച മഴ. തീയതി, ലഭിച്ച മഴ. 11-ാം തീയതി 4 സെന്റിമീറ്റർ,
12-ാം തീയതി 3 സെന്റിമീറ്റർ, 13-ന് 8 സെന്റിമീറ്റർ, 14-ന് 9 സെന്റിമീറ്റർ, 15-ന് 10 സെന്റിമീറ്റർ, 16-ന് 4 സെന്റിമീറ്റർ, 17-ാം തീയതി 6 സെന്റിമീറ്റർ മഴ. അപ്പൊ ഇങ്ങനെയാണ് കിട്ടിയ മഴകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസം ഏതെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് 15-ാം തീയതിയാണ്, 10 സെന്റിമീറ്റർ. അപ്പോൾ നമ്മളിവിടെ എഴുതുക 15/9/2024. ഒരേ അളവ് മഴ ലഭിച്ച ദിവസങ്ങൾ 4 സെന്റിമീറ്റർ മഴ 2 ദിവസം കിട്ടിയിട്ടുണ്ട്. 11/9/2024, 16/9/2024. ഏറ്റവും കുറവ് മഴ ലഭിച്ചത്, ഏറ്റവും കുറവ് എപ്പോഴാണ്? 3 സെന്റിമീറ്റർ. എന്നാണ്? 12/9/2024. അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ: മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഉറവകൾ രൂപപ്പെടും, കിണർ നിറയും. ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന 3 മാറ്റങ്ങൾ, പരിസരത്ത് നിന്നുണ്ടാകുന്ന, മഴ പെയ്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന 3 മാറ്റങ്ങൾ എഴുതാനായിരുന്നു ബി ക്വസ്റ്റ്യൻ. 4-മത്തേത് ഇടവും തൊഴിലും. ഭൂപ്രകൃതിക്കനുസരിച്ച് കേരളത്തെ 3ആയി തിരിച്ചിരിക്കുന്നു. ചുവടെ നൽകിയ ഭൂപടം നിരീക്ഷിച്ച് അവ എന്തൊക്കെയാണെന്ന് എഴുതുക. അപ്പോ ഇതിൽ ആദ്യത്തേത് എന്താണ് വരിക? ഹൈലാൻഡ്, മലനാട്. ഹൈലാൻഡ്, മലനാട്. ഓക്കെ. ഇടയ്ക്കുള്ളത് ഇടനാട്. ഇടനാട്, മിഡ്ലാൻഡ്. മിഡ്ലാൻഡ് ആണ് ഇടയ്ക്കുള്ളത്. ഇനി താഴെയുള്ളത് കോസ്റ്റൽ ഏരിയ, തീരപ്രദേശം. കോസ്റ്റൽ ഏരിയ തീരപ്രദേശമാണ്. തീരപ്രദേശം, കോസ്റ്റൽ ഏരിയ. ഓക്കെ, കോസ്റ്റൽ ഏരിയ ആണ് അടുത്തത് വരിക. ഇതിന്റെ ബി ക്വസ്റ്റ്യൻ, 4-മത്തെ പ്രവർത്തനത്തിന്റെ ബി ക്വസ്റ്റ്യൻ: കേരളത്തിൽ ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള അവിടുത്തെ തൊഴിലുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. താഴെ പറയുന്ന തൊഴിലുകൾ ഏത് ഭൂപ്രകൃതിയുമായി ചേർന്ന് വരുന്നവയാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. മത്സ്യബന്ധനം തീരപ്രദേശം, കോസ്റ്റൽ ഏരിയ, തീരപ്രദേശം. ഓക്കെ, കോസ്റ്റൽ ഏരിയ ആയിട്ടാണ് വരിക. റബ്ബർ ടാപ്പിംഗ് ഇടനാട്, ഇടനാട്, മിഡ്ലാൻഡ്. ഇനി അടുത്ത പ്രവർത്തനം 5-മത്തെ നോക്കാം. സുരക്ഷിത യാത്ര. ചിത്രത്തിൽ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക. ഇതിൽ സീബ്ര ലൈൻ നോക്കി ആളുകൾ, കാൽനട യാത്രക്കാർ ക്രോസ് ചെയ്യുന്നു, അത് നമുക്ക് എഴുതാം. ഇനി മറ്റെണ്ണം എഴുതിയാൽ മതി. ഇതെന്ന് പറയുന്നത് എന്താണ്? സിഗ്നൽ ലൈറ്റ്. സിഗ്നൽ ലൈറ്റ് എന്ത് ചെയ്തിരിക്കുന്നു? സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ 2 നമുക്ക് എഴുതാം. ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. സുഗമമായ യാത്രയ്ക്ക്, നല്ല രീതിയിലുള്ള യാത്രയ്ക്ക്, അപകടങ്ങൾ കുറയ്ക്കാൻ ഇതൊക്കെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെന്റൻസിൽ എഴുതുക എന്നുള്ളതായിരുന്നു. അഭിപ്രായം കുറിക്കാനാണ് ബി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ: വിദ്യാലയത്തിന് മുൻപിൽ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായവ ടിക്ക് മാർക്ക് ഇടുക. വിദ്യാലയത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? വിദ്യാലയത്തിന് മുന്നിൽ ഹോൺ മുഴക്കാൻ പാടില്ല. അതുപോലെ ഇതിവിടെ സ്കൂളുണ്ട് എന്ന് കാണിക്കുന്ന 2 സിഗ്നലുകൾ നമുക്ക് എന്ത് ചെയ്യാം? അടയാളപ്പെടുത്താം. ഇത് ആശുപത്രിയാണ്. ഇവിടെ വരുന്ന പെട്രോൾ പമ്പാണ്. ഇത് രണ്ടും സ്കൂളിന്റെ മുന്നിൽ സ്ഥാപിക്കേണ്ട ആവശ്യം ഇല്ല. 6-മത്തെ ചോദ്യം: വീടുകൾ പലതരം, ജീവികളും അവയുടെ വാസസ്ഥലവും കൃത്യമായി വരച്ച് ചേർക്കുക. ഇവിടെ തേനീച്ച, തേനീച്ച എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് വരിക? തേനീച്ചയുടെ കൂടാണ്. അപ്പൊ തേനീച്ചയിലേക്ക് വരയ്ക്കുക. ഇത് കാക്കയുടേതാണ്, കാക്കയിലേക്ക് വരയ്ക്കുക. ഇത് ചിതൽപുറ്റാണ്, അതുകൊണ്ട് ചിതലിലേക്ക്. അവിടെ വീടുകളാണ്. ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ബി ക്വസ്റ്റ്യൻ വരുന്നത്: ഗ്ലാസ് വീട്, തൂണുകളിൽ ഉയർത്തിക്കെട്ടിയ വീട്, ഇഗ്ലൂ, 3D പ്രിന്റഡ് വീടുകൾ എന്നിങ്ങനെ വിവിധ തരം വീടുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇത്തരം വീടുകൾ തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം? അങ്ങനെ 4 ഗുണങ്ങൾ എഴുതുക എന്നുള്ളതാണ് ബി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതായിരുന്നു 3-ാം ക്ലാസ്സിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. എക്സാം എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. നിങ്ങളുടെ സ്വന്തം സെന്റൻസിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. Okay children, bye bye. Thank you.